ഇത് അവിയൽ പോലൊരു പച്ചക്കറിത്തോട്ടമായിപ്പോയി. കാര്യം വെച്ചാൽ കുറച്ച് പയർ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അത് സമയത്ത് പടർത്തി വിടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ അത് തറയിൽ ഇങ്ങനെ ചുറ്റിപ്പണിഞ്ഞ് കിടക്കുമായിരുന്നു. അതിനിടയിൽ കുറച്ച് കുമ്പളങ്ങയുടെ തൈ കിളിച്ചിട്ടുണ്ടായിരുന്നു, അതും പടർന്നു കിടന്നു. പിന്നെ പാവൽ, നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ട്, തനിയെ ഒരു പാവൽ കിളിച്ചു വന്ന കാര്യം, അതും അവിടെ നിന്നു. അതിൻ്റെ കൂടെ കോവലും തനിയെ തറയിലൊക്കെ പടർന്നു വരുന്നതാണ്. കോവൽ നമുക്കറിയത്തില്ല ഏത് പിന്നെ ആൺകോവലാണോ പെൺകോവലാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. പൂ വിട്ട് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിലാണ് ഈ പയർ ഞാൻ നട്ടിട്ട് എനിക്ക് പടർത്താൻ പറ്റാതെ അവിടെ കിടന്നു പോയി. പക്ഷേ അത് ഭയങ്കര കരുത്തോടെയാണ് അത് കിളിർത്ത് വരുന്നത്. നന്നായിട്ട് കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ കയറൊക്കെ കെട്ടി കൊടുത്തു. ചുവന്ന പയറാണ്. ചുവന്ന പയറിൻ്റെ വിത്ത് തന്നെയാണ് ഞാൻ നട്ടത്. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ വിത്തെടുത്ത് നട്ടതാണ്. എന്തൊക്കെയോ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതവിടെ കിടന്ന് നല്ല കീടങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഭംഗിയോടെ തന്നെ കിളിർത്ത് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ പാവലും കോവലും കുമ്പളങ്ങയും പയറും എല്ലാം കൂടെ ഒരുമിച്ച് ഇപ്പം ഇങ്ങനെ പടരുവാണ്. അതിനകത്ത് കുമ്പളങ്ങയും ഞാനൊരു കയറൊക്കെ കെട്ടിക്കൊടുത്തു. വീടിൻ്റെ മുകളിൽ കാരക്ക ചെടിയുടെ മുകളിലേക്ക് കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും കാരക്കയിൽ ആ മരത്തിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഇഷ്ടംപോലെ കായ പിടിച്ചോളും. കുമ്പളങ്ങ പെട്ടെന്ന് അങ്ങ് പടർന്ന് കിട്ടുന്ന ഒരു ചെടിയായുണ്ട്. നമുക്ക് അതിൻ്റെ വളർച്ചയെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. ഇങ്ങനെ പടർന്നങ്ങ് പോവും. കായ പിടിച്ചു തുടങ്ങി ഇഷ്ടംപോലെ പിടിക്കുകയും ചെയ്യും. എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ ഭാവിയിലെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ഇതിനകത്ത് നിന്ന് വിളവ് ലഭിക്കുന്നു എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും ഓരോ പ്രാവശ്യവും അതിൻ്റെ ഒരു പുരോഗതി എന്താണെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് കാലാകാലങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നേരത്തെ കാണിച്ചിട്ടുള്ള പാവൽ മുകളിലെത്തി പടർന്ന് നല്ലപോലെ. പിന്നെ കുമ്പളവും ഞാൻ കയറ് കെട്ടി കൊടുത്ത കയറിൽ കൂടെ തന്നെ മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. നമുക്ക് നോക്കാം ഇത് എത്രത്തോളം വിളവ് തരുന്നു എന്ന് നമുക്ക് നോക്കാം.